ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉരുളക്കിഴങ്ങ് വെണ്ടക്കായും വെച്ചിട്ടൊരു മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എൻ്റെ റെസിപ്പി അല്ല, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നന്നാവാണെങ്കിൽ നിങ്ങളൊക്കെ ഇട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യണത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉരുളക്കിഴങ്ങും വെണ്ടക്കായും വെച്ചിട്ടുള്ള മസാല കറിക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, വെണ്ടക്കായ. ഞാൻ ഒരു 3 ഉരുളക്കിഴങ്ങും ഒരു 6 വെണ്ടക്കായാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടി ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുത്തിട്ട് അതും കൂടി വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് കുറച്ച് വാടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെണ്ടക്കായൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു 3/4 ഭാഗത്തോളം വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇത് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും വെണ്ടക്കായും മസാല കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്തോളൂട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.